ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കൂന്തൽ നിറച്ചതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് 3 സവാള ചെറുതായിട്ടരിഞ്ഞ് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. കൂടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 തക്കാളി ചെറുതായിട്ടരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കൂന്തലിൻ്റെ ആ തലഭാഗം ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ഈ സവാളയൊക്കെ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ ചട്ടിയിലേക്ക് പൊടികൾ ഇട്ടെടുത്ത് ചെറുതായിട്ടൊന്ന് വറവിട്ടെടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് നമുക്കൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ടിട്ടൊക്കെ ചെയ്യുമ്പം. ഇനി നമുക്ക് നമ്മുടെ മസാലയൊന്ന് മിക്സാക്കി എടുക്കാം. ഉള്ളി, തക്കാളി, പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർക്കാം. കുറച്ച് ഗരം മസാല, ചിക്കൻ മസാല ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൂന്തലിനെ ബുദ്ധിമുട്ടിക്കാം. നല്ലതുപോലെ കുത്തി നിറച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കൂന്തലിൽ മസാലയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കറിൽ ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം കേട്ടോ. ഇഡ്ഡലിത്തട്ടിൽ ആവി കയറ്റിയാലും മതി കേട്ടോ. പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് നല്ലതെന്ന് തോന്നി ഞാൻ കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ കൂന്തളിൽ നിറച്ചത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ കുക്കറിൽ വേവിച്ച കൂന്തൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി മറിച്ച് സെറ്റാക്കാം. മസാലയൊക്കെ കൂന്തളിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി മറിച്ച് മസാല നന്നായിട്ട് പിടിപ്പിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കൂന്തൽ നിറച്ചത്. എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്ര മതി. നമ്മുടെ കൂന്തൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.